Hey guys, welcome back to another day. So ഇന്ന് നമ്മൾ രണ്ടാമത്തെ ദിവസമാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പോളണ്ടിൻ്റെ സമ്മർ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന സൊപ്പോട്ടിലാണ്. വെറും ഒരു ബീച്ച് സിറ്റി അല്ല ഇത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു കൊച്ചു മീൻപിടുത്ത ഗ്രാമമായിരുന്ന ഈ സ്ഥലം ഇന്ന് യൂറോപ്പിലെ തന്നെ ഏറ്റവും ആഡംബരപൂർണ്ണമായ റിസോർട്ട് ടൗണുകളിൽ ഒന്നാണ്. സൊപ്പോട്ടിൻ്റെ ഒരു ലാൻഡ്മാർക്കാണ് തലയുയർത്തി നിൽക്കുന്ന സെയിൻറ്റ് ജോർജ് പള്ളി. 1901 പണിതീർത്ത ഈ ഗോതിക് സ്റ്റൈലിലുള്ള ദേവാലയം സൊപ്പോട്ടിലെ ഏതൊരു സഞ്ചാരിയുടെയും കണ്ണുടക്കുന്ന ഒന്നാണ്. എന്നാൽ സൊപ്പോട്ടിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും സുവർണ നിമിഷം 1999 ജൂൺ 5 അന്ന് വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തൻ്റെ 7ാമത്തെ പോളണ്ട് സന്ദർശനത്തിൻ്റെ ഭാഗമായി സൊപ്പോട്ടിലെത്തി. സൊപ്പോട്ടിലെ വെച്ച് നടന്ന ആ വിശുദ്ധ കുർബാനയിൽ ഏതാണ്ട് 7 ലക്ഷത്തിലധികം വിശ്വാസികൾ പങ്കെടുത്തു. സ്വന്തം നാട്ടുകാരനായ പാപ്പയെ കാണാൻ ജനലക്ഷങ്ങൾ ഒഴുകിയെത്തിയിരുന്നു. സൊപ്പോട്ടിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനസംഗമമായിരുന്നു ഇത്. ഇതിൻ്റെ ഓർമ്മയ്ക്കായി ഈ സെയിൻറ്റ് ജോർജ് പള്ളിയിൽ അദ്ദേഹത്തിൻ്റെ പല ഫലകങ്ങളും സൂക്ഷിച്ചിട്ടുണ്ട്. നഗരത്തിൻ്റെ പല ഭാഗത്തും സെയിൻറ്റ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ പല പിക്ചേഴ്സും സ്കൾപ്ചേഴ്സും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, പോളണ്ടിൻ്റെ സമ്മർ ക്യാപിറ്റലാണ് സൊപ്പോട്ട്. ഒരു വലിയ ബീച്ച് സിറ്റിയാണിത്. അപ്പം നമുക്ക് നേരെ സൊപ്പോട്ടിൻ്റെ മനോഹരമായിട്ടുള്ള ബീച്ചിലേക്കൊന്ന് പോയാലോ. ലെറ്റ്സ് ഗോ. ഇത് നോക്കിയേ, ഒരു അടിപൊളി സാധനം കാണിച്ചു തരാം. നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത് ഇങ്ങനെ വെള്ളം സ്പ്രേ ചെയ്യുന്ന ഫൗണ്ടെയിൻസ് ഉണ്ട്. വേനൽക്കാലം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാ ഫൗണ്ടെയിൻസും ഓണാണ്. ഇഷ്ടം പോലെ കുട്ടികളൊക്കെ ഇവിടെ കളിക്കുന്നു. അതുപോലെ തന്നെ വലിയൊരു ലൈറ്റ് ഹൗസ് ഇവിടെയുണ്ട്. ആക്ച്വലി ഇതൊരു ലൈറ്റ് ഹൗസ് ആയിട്ടല്ല നിർമ്മിച്ചത്. തൊട്ടടുത്തുള്ള ആശുപത്രിയിലെ ബോയിലർ റൂമിൽ നിന്ന് പുക പുറത്തേക്ക് ഇടാനുള്ള ഒരു ചിമ്മിനി ആയിരുന്നു ഇത്. എന്നാൽ ഇതിൻ്റെ ഭംഗി അധികം ഇല്ലാത്തത് കൊണ്ട്, പുകക്കുഴൽ കാണാൻ ഒട്ടും ഭംഗിയില്ലാത്തതുകൊണ്ട് അതിനെ മറയ്ക്കാൻ വേണ്ടി ഒരു ഗോപുരം പോലെ പണിതാണിത്. 1970കളിൽ ഇതിലൊരു വെളിച്ചം സ്ഥാപിച്ച് ഇതൊരു ലൈറ്റ് ഹൗസാക്കി മാറ്റിയതാണ്. അതിനോട് ചുറ്റുപാടുമുള്ള എല്ലാ സ്ഥലവും വളരെ മനോഹരമായിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്ത് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടാണ് കീപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ബീച്ചിലേക്ക് നടക്കുകയാണ്. ഇപ്പം ഈ കാണുന്ന ഒരു തടിപ്പറം കണ്ടോ, ഇതിനെ മോളോ എന്നാണ് പറയുന്നത്. ഇതിനെക്കുറിച്ചും ആർക്കും അറിയാത്ത കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. 1827 ഇത് ആദ്യമായി പണിതപ്പോൾ 31 മീറ്റർ നീളമേ ഉള്ളായിരുന്നുള്ളൂ. ഇപ്പോൾ ഇതിന് കടലിലേക്ക് ഏകദേശം ഒരു 500 മീറ്റർ അധികം നീണ്ടു നിൽക്കുന്ന പോളണ്ടിലെ തന്നെ, ഐ തിങ്ക് യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയൊരു കടൽപ്പാലങ്ങളിലൊന്നാണിത്. പോളണ്ടിലെ സൊപ്പോട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബീച്ചിലാണ് വന്നേക്കുന്നത്. ഭയങ്കര അടിപൊളിയായിട്ടുള്ള ബീച്ചാണ്. ബീച്ചിൽ അടുത്തായിട്ടൊരു പാമ്പുണ്ട്, കടലിൽ നടക്കിയിട്ട് പോകുന്നത്. അതിനെ കാണിച്ചു തരാം. അവിടേക്ക് പോകണമെങ്കിൽ നമ്മളൊരു 10 സ്ലോട്ട് കൊടുക്കണം. ബീച്ചിൽ ഇറങ്ങുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഈ പാലത്തിലൂടെ നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ പാലത്തിന് അറ്റത്തായിട്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു മറീനയുണ്ട്. ഏകദേശം 100ലധികം ആഡംബര യാർഡുകൾക്ക് ഇവിടെ ഒരേ സമയം പാർക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ ശരിക്കും ലക്കിയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ബോട്ടുകളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. സമ്മറൊക്കെ ഏകദേശം കഴിയാറായിട്ട് കൂടി വളരെയധികം ജനത്തിരക്കാണ് ഇവിടെ എല്ലാം. വീക്കെൻഡ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു വളരെയധികം ആൾക്കാർ ഇപ്പോഴും ബീച്ചിൽ വരികയും ബീച്ചിൽ നിരവധി കളികളൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇഷ്ടംപോലെ ആൽബട്രോസ് പക്ഷികളൊക്കെ ഇവിടെ പറന്ന് കിടപ്പുണ്ട്. അപ്പം നമ്മൾ ഈ പാലത്തിലൂടെ അതിൻ്റെ അറ്റത്തേക്ക് നടക്കും തോറും വായുവിൽ അയഡിൻ്റെ അളവ് കൂടുമെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആരോഗ്യത്തിന് ഇത് വളരെ നല്ലതാണ്. ഓരോ വർഷവും അഴിച്ചു മാറ്റിയിരുന്ന ഈ പാലം ഇന്ന് സൊപ്പോട്ടിൻ്റെ ഒരു ഐശ്വര്യമായിട്ടാണ് ഇവിടെ നിലകൊള്ളുന്നത്. എവിടെ നോക്കിയാലും ദേശാടന പക്ഷികളെ നമുക്ക് കാണാൻ പറ്റും. സീകളുകളും ആൽബട്രോസുകളും ഒക്കെ ആയിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ശബ്ദമാണ് ഇവിടെ എല്ലായിടത്തും പക്ഷികളുടെ. കടൽ തീർത്ത് ഈ കൊട്ടാരം പോലെയുള്ള കെട്ടിടമാണ് പ്രശസ്തമായ ഗ്രാൻഡ് ഹോട്ടൽ. ഇതിൻ്റെ ചൂരകൾക്ക് പറയാൻ ഒരുപാട് ചരിത്രമുണ്ട്. 2ാം ലോക മഹായുദ്ധകാലത്ത് നമ്മുടെ ഹിറ്റ്ലർ ഇവിടെ താമസിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല ഷക്കീറ,
ഫിഡൽ കാസ്ട്രോ, ഗ്രിറ്റ ഗാർബോ തുടങ്ങി ലോക പ്രശസ്തരായ നിരവധി വ്യക്തികൾ താമസിച്ച ഈ ഹോട്ടൽ സപ്പോർട്ടിൻ്റെ ഒരു രാജകീയ പ്രതീകമായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നു. ഗ്രാൻഡ് ഹോട്ടൽ എവിടെ നിന്ന് നോക്കിയാലും നമുക്കിത് കാണാൻ പറ്റും. ശരിക്കും ഒരു മജസ്റ്റിക് ക്രിയേഷനാണ്. യൂറോപ്പിലെ അതിസമ്പന്നരായ ആൾക്കാർ അവരുടെ വെക്കേഷൻ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന സ്ഥലമാണ് ഇവിടെ. ശരിക്കും സപ്പോർട്ട് ഒരു ബീച്ച് സിറ്റി ആയതുകൊണ്ട് മാത്രമല്ല, യൂറോപ്പിലെ മറ്റു പ്രധാനപ്പെട്ട നഗരങ്ങളായ ഹാംബർഗ്, കോപ്പൻഹാഗൻ അങ്ങനെ പല ബീച്ച് നഗരങ്ങളുമായിട്ടും വളരെ നല്ല കണക്ടിവിറ്റി ഈ സിറ്റിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇഷ്ടം പോലെ സഞ്ചാരികൾ വന്ന് വരുന്നത്. ഇപ്പം നോക്കിയാലും സഞ്ചാരികളുടെ വലിയൊരു ഒഴുക്കാണ് നമുക്ക് കാണാൻ സാധിക്കും. ചുമ്മാ വെക്കേഷന് വേണ്ടി വരുന്നവർ മാത്രമല്ല കേട്ടോ, ഇഷ്ടം പോലെ വിനോദ ഉപാധികൾ ഇവിടെയുണ്ട്. ബോട്ട് ഓടിക്കാവുന്ന മാത്രമല്ല, വേണമെങ്കിൽ പോയി മീൻ പിടിക്കാൻ വരെ പോകാൻ പറ്റും. അങ്ങനെ നിരവധിയായിട്ടുള്ള പല റീക്രിയേഷണൽ ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ പാലത്തിലൂടെ മുന്നോട്ട് പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏകദേശം ഒരു 1/2 കിലോമീറ്ററോളം നീളത്തിലാണ് ഈ പാലം മുന്നോട്ട് പോകുന്നത്. ഈ പാലത്തിൻ്റെ രണ്ടറ്റത്തും അതിമനോഹരമായിട്ടുള്ള വ്യൂ ആണ്. ബാൾട്ടിക് സീയുടെ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച രണ്ട് വശത്തു നിന്ന് നമുക്ക് കാണാൻ പറ്റും. നിറയെ വിനോദസഞ്ചാരികൾ രണ്ട് വശത്തുകളും നിറഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മുന്നോട്ട് പോകുമ്പോഴത്തേക്കിനും നമുക്ക് നിരവധി ബോട്ടുകൾ നിർത്തിയിട്ടേക്കുന്നത് കാണാൻ പറ്റും. ഇവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ടിക്കറ്റ്സ് എടുത്ത് ബാൾട്ടിക് സീയിലൂടെ നമുക്ക് ട്രാവൽ ചെയ്യാവുന്നതാണ്. ഏകദേശം ഒരു 30 മിനിറ്റിൻ്റെ ട്രാവൽ ടിക്കറ്റൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ ബോട്ടുകളിൽ നമുക്ക് സഞ്ചരിക്കാവുന്നതാണ്. നിരവധി സ്പീഡ് ബോട്ട് സർവീസുകൾ ഇവിടെ ഫങ്ഷനിങ് ചെയ്യുന്നുണ്ട്. അതായത് ഇവിടെ വന്നിട്ട് തന്നെ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റും. ഏകദേശം 20 യൂറോ മുതൽ 70 യൂറോ വരെ വരുന്ന പല ഓഫറുകൾ ഇവിടെ ഉണ്ട്. അത് ഗ്രൂപ്പായിട്ടും സിംഗിളായിട്ടും നമുക്ക് എടുക്കാൻ പറ്റും. അത് ഒരു ഏജൻസി മാത്രമല്ല, പല ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്പീഡ് ബോട്ട് സർവീസുകൾ ഇവിടെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇതുപോലെയുള്ള ഒരു അഡ്വഞ്ചർ സ്പീഡ് ബോട്ട് യാത്രയാണ്. ഇതുപോലെ ഇരുവശത്തുമായിട്ടും ഡിഫറെൻറ്റ് സ്പീഡ് ബോട്ട് സർവീസുകൾ നമുക്ക് കാണാൻ പറ്റും. അതുമാത്രമല്ല, ഈ ഒരു മറീനയുടെ അടുത്തായിട്ട് തന്നെ വലിയ റെസ്റ്റോറൻറ്റ്സും ഓപ്പൺ റെസ്റ്റോറൻറ്റ്സുകൾക്ക് ഇഷ്ടംപോലെയുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ഇഷ്ടംപോലെ സീ ഫുഡൊക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും. അങ്ങനെ വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്തൂടെയാണ് നമ്മൾ നടക്കുന്നത്. എൻ്റെ പൊന്നോ, ഈ കപ്പലൊന്ന് നോക്കിയേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൈറേറ്റ്സ് ഓഫ് ദ കരീബിയൻ മൂവിയിൽ കാണുന്ന പോലെ അതിമനോഹരമായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള കപ്പലുകളാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ ചെറിയ ബോട്ട് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കൽ ബോട്ടുകൾ മാത്രമല്ല, നമുക്കിതുപോലെ ചെറിയ ക്രൂസ് ഷിപ്പുകളോ അല്ലെങ്കിൽ അഡ്വഞ്ചർ ബോട്ട് സർവീസോ അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. ഈ കാണുന്ന വളരെ പഴയ കപ്പലുകളൊക്കെ നമുക്ക് 50 യൂറോ ടിക്കറ്റ് നിരക്കിൽ എടുക്കാവുന്നതാണ്. അങ്ങനെ അവിടുത്തെ ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നേരെ ഇവിടെ കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന ആൾക്കാരെടുത്തി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടം പോലെ സാധനങ്ങൾ ചെറിയ നിരക്കിൽ നമുക്ക് വാങ്ങാൻ പറ്റും. യൂറോപ്പിലെ പല കരകൗശല വസ്തുക്കളും അതും സപ്പോർട്ടിൻ്റെ തന്നെ ചില കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ഫ്രിഡ്ജ് മാഗ്നറ്റുകളും അല്ലാതെ ഡ്രോയിങ്സും അങ്ങനെ പല കാര്യങ്ങളും ഇവിടെ ഉണ്ട്. സത്യം പറഞ്ഞാൽ അടിപൊളി ഒരു യാത്രയാണ്. ആർക്കെങ്കിലുമൊക്കെ ഒരു വീക്കെൻഡ് സെലിബ്രേറ്റ് ചെയ്യണമെങ്കിൽ സപ്പോർട്ട് ഡെഫിനറ്റ്ലി എ മസ്റ്റ് ഗോ ഓപ്ഷൻ.